Dear Muslims, the world is scared of us. The world is laughing at us. The world is worried about us. And there are legitimate reasons for their worry that we cannot just deny. It is time to flush the word Islamophobia down the toilet and start looking in the mirror and ask ourselves, how did we get here? How come the biggest and most dangerous thriving terrorist organization in the world are Muslim? How come terrorists successfully use Islam to mobilize more terrorists? What is the problem with our leaders, our books, our imams, and our religion? Why do we keep repeating these Stone Age traditions that have failed us and continue to fail us? The world has left us behind. The kuffar that our imams and books tell us to hate have traveled to the future, while we're still stuck in the Middle Ages, reading stories about Muhammad and his flying horse. You're watching this on your phone or your computer or tablet, created by these kuffars. The same kuffar that we hate so much have created most of the medicines that we use today. Medicine that our religion's crystal ball failed to bring about. The kuffar have moved forward and traveled into space. Meanwhile, we're stuck on Earth in the Middle Ages, going to our poisonous mosques every Friday, reciting the same chapters and the same stories of Prophet Muhammad. Why haven't all of these books and teachings led us to science and technology and medicine? We're stuck debating which sect is correct, which interpretation is correct, who is the kafir and who is the real Muslim. How can we convince the kuffar to become Muslims? Why on earth would anybody want to be Muslim today? They're all scared of us. They're all laughing at us. They're all worried about us. Delete Israel and the West from the world and we would still be as ignorant as we are, and we would still be stabbing each other as we are. Stop blaming them and look at yourselves in the mirror. 2018 ഓണം പോലെ 2024 ഓണവും കേരളത്തിൽ എങ്ങും കയറാതെ പോയി. പിന്നെ ഏഷ്യാനെറ്റ് ഒരുക്കിയ ഒരു ഊണവും ഒരു ആറന്മുള വള്ളംകളിയും പുലിക്കളിയും ഒക്കെ ആയിട്ട് അത് ഒരു അവിയൽ പരുവത്തിലങ്ങ് പോയി. ഓണം കയറാ മൂല എന്ന് കേരളത്തെ നാളെ കേരളീയർ തന്നെ കളിയാക്കുമോ എന്നാർക്കറിയാം. എന്തായാലും ഓണം ഒരു ദേശീയ ഉത്സവമാക്കാൻ ഇവിടുത്തെ കത്തനാരന്മാർ സമ്മതിക്കത്തില്ല. ഇസ്ലാമുകൾ പണ്ടേ അതിനെതിരുവാണ്. ഇപ്പോഴും ഓരോ മൂലയ്ക്കിരുന്ന് കത്തനാരന്മാർ കാച്ചുന്നുണ്ട്, ഇത് വാമനൻ്റെ കളിയാണ്, നമ്മുടേതല്ല, നമ്മളിത് ഓണത്തെ ആഘോഷിക്കേണ്ടെന്ന് തന്നെ പരസ്യപ്പെടുത്തുന്നുണ്ട്. വാമനനെ ഇഴത്തിപ്പറഞ്ഞ ഒരു കന്യാസ്ത്രീയെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചതിന് ഞാൻ 300 കേസുകൾ അതിൻ്റെ ഭാരവും ചുമന്ന് വയസ്സാം കാലത്ത് ഏന്തി ഹൈക്കോടതിയിൽ തന്നെ നിരങ്ങുക. അങ്ങനെ എൻ്റെ ദുഃഖത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കുമ്പോൾ ഒരു മുസ്ലിം യുവാവിൻ്റെ വിലാപ പർവം ഇന്ന് ഞാൻ കേൾക്കാനിടയായി. മുസ്ലിം തീവ്രവാദികൾ ലോകത്തെ ഭയപ്പെടുത്തുന്നു, ലോകത്തെ അതിശയിപ്പിക്കുന്നു, ലോകത്തിൻ്റെ പരിഹാസമാകുന്ന മതം തന്നെ. എന്താണിതിന് കാരണം, എന്താണിത് കാരണം എന്ന് വ്യാകുലപ്പെട്ട ചെറുപ്പക്കാരൻ 100 ചോദ്യങ്ങൾ ചോദിക്കാതെ സമൂഹത്തോട്. അതിൻ്റെ ക്ലിപ്പിങ് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ കേൾക്കേണ്ടത് തന്നെ. പുതിയ തലമുറയ്ക്ക് ഖുറാൻ്റെ പരിഭാഷ അപ്പാടെ നെഞ്ചിലേറ്റാൻ വയ്യാത്ത തലമുറയ്ക്ക് ഇന്ന് ആ മതം ഒരു ബാധ്യതയായി വരിക. അവിടുത്തെ തീവ്രവാദികൾ പണ്ട് അനങ്ങാൻ തുടങ്ങുമ്പോഴേ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പറഞ്ഞ ഇത് വല്ലാത്ത നാശത്തിലേക്കാണ് പോകുന്നത്, അവരെ വിലക്കണമെന്ന്. ആരും വിലക്കിയില്ല. രാഷ്ട്രങ്ങൾ തന്നെ അവർക്ക് ചക്കാത്തിന് കിട്ടിയ ഓയിലിൻ്റെ കാശൊക്കെ എടുത്ത് ഇവന്മാർക്ക് ഓയിൽ വാങ്ങിക്കാനും ബോംബ് വാങ്ങിക്കാനും ഒക്കെ കൊടുത്തു. എന്തായാലും ഇവരെ തീറ്റിപ്പോറ്റി, വിഷപ്പാമ്പിനെ തീറ്റിപ്പോറ്റി നാട്ടിലേക്ക് ഇറക്കി വിടുന്ന മാതിരി ലോകത്തിൻ്റെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് നന്മയ്ക്ക് വേണ്ടി കൊടുത്ത പൈസ തിന്മയ്ക്ക് വേണ്ടി ചിലവാക്കി ഇന്ന് നാടാകെ തീവ്രവാദികളായി, ലോകത്തിനാകെ ശാപമായി. ഇതാണ് കൊച്ചൻ്റെ വർത്തമാനം. എണ്ണയ്ക്ക് വില കിട്ടി, ഇസ്ലാമിൻ്റെ ടീച്ചിങ് തെറ്റാണ്, ഇതൊന്നുമല്ല എൻ്റെ വാദം. അവിടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ അനേക വർഷം ഗൾഫിൽ ജീവിച്ചതാണ്.
അനേകം ഭാര്യമാരുള്ള എല്ലാ അറബിയുടെയും വീട്ടിൽ ഒരു സ്റ്റൈലേ ഉള്ളൂ. ആദ്യത്തെ കെട്ടിലെ ചെറുക്കനും ഒടുവിലത്തെ കെട്ടിലെ ചെറുക്കനും തന്ത അവൻ്റെ പേരേ വിളിക്കത്തുള്ളൂ. അല്ലാതെ ഡാഡിയെന്നോ മമ്മിയെന്നോ പപ്പാന്നോ ഉമ്മാന്ന് തള്ളയെ വിളിക്കുമെങ്കിലും തന്തയ്ക്ക് യാതൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് നേരിട്ട് പേരാണ് വിളിക്കുന്നത്. ചില ഭർത്താക്കന്മാരെ, കേരളത്തിൻ്റെ ഭാര്യമാരെ ബാവുവേ, എടേ ബാവുവേ എന്ന് വിളിക്കുന്ന പോലെ നേരിട്ട് മുഹമ്മദ് താൽ എന്ന് തന്നെ വിളിക്കും. വെറും പേരാണ് വിളിക്കുന്നത്. ഞാൻ പലരോടും ചോദിച്ചാൽ എന്താ ഇത്, അതങ്ങനെ അവരങ്ങനെ വിളിക്കത്തുള്ളൂ തന്തമാരെ. തന്തമാരോട് യാതൊരു കൺസേണുമില്ല, തന്തമാരോട് റെസ്പെക്റ്റ് ഇല്ല. കാരണം ഈ തന്തയെ ഒരിക്കൽ വീടിൻ്റെ ഏറിയാലും കണ്ടാൽ പിന്നെ കാണണമെങ്കിൽ ഒരു കൊല്ലം നോക്കിയിരിക്കണം ഈ കൊച്ചന് കാണാൻ കിട്ടാത്ത ഒരു സാധനമായി തന്ത. അത് മോദിജി ഇന്ത്യ വേണ്ടാന്ന് വിചാരിച്ച് മുത്തലൊക്കെ ഉണ്ടോ അതിനെ ഒന്ന് നിരോധിക്കാൻ നോക്കി. അതുകൊണ്ട് വരും തലമുറ തന്തയോടൊപ്പം ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചത് മോദിജിയാണ് എന്നുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് വോട്ട് മോദിക്ക് തന്നെ കൊടുക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നന്മയില്ലാത്ത മനുഷ്യരുണ്ടോ? എന്തായാലും അവിടെ നന്മയെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ തിന്മയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് ഇത് തിന്മയാണ്, ഇത് കാരണമാണ് ഞങ്ങൾ ലോകത്തിന് അപവാദമാവുന്നത്, ലോകത്തിന് ഭയത്തിന് കാരണമാവുന്നത്, ലോകത്തിൻ്റെ നാശത്തിന് കാരണമാവുന്നത് എന്നൊക്കെ വിലപിക്കുന്നതായി എപ്പിസോഡ്. എൻ്റെ വിലാപമല്ല. എൻ്റെ വിലാപം പറ്റിയത് അമ്മ 7 പെറ്റെങ്കിൽ എന്നെ മാത്രമേ ഉള്ളൂ ഗർഭത്തിൽ വെച്ച് ബുക്ക് ചെയ്ത് അച്ഛനാക്കാനെ കൊണ്ട് ഇറക്കിയത്. ഡിഗ്രി കഴിഞ്ഞ് എന്നെ അച്ഛനാക്കാനെ കൊണ്ടുള്ള ട്രെയിനിങ്ങിലും വിട്ടു. എന്തായാലും ഇതുങ്ങളുടെ കൂടെ ഒരുപാട് സഹവാസം ഞാൻ ചെയ്തുകൊണ്ട് ഇവരിൽ ക്രിസ്തു ഇല്ല എന്നെനിക്ക് കണ്ടെത്താൻ പറ്റി. എന്നെ നേർച്ചപുത്രനാക്കാതെ അച്ഛനാക്കാൻ നേരത്തെ ഉഴുന്നു വെച്ച് വിട്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവന്മാരെ അടുത്തറിയത്തുമില്ലായിരുന്നു, ഇവന്മാരുടെ തിന്മപ്പെട്ട ജീവിതം മനസ്സിലാക്കത്തുമില്ലായിരുന്നു, ഇവരെ വിമർശിക്കത്തുമില്ലായിരുന്നു. എൻ്റെ നീതി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരട്ടെ എന്നല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. കാരണം കർത്താവിൻ്റെ മണവാട്ടിമാരെന്നും പറഞ്ഞ് ഭൂമിയിലില്ലാത്ത കർത്താവിന് വേണ്ടി മണവാട്ടിമാരെ ബുക്ക് ചെയ്ത് അവരെ ഇവർ പങ്കപ്പെടുത്തുന്നതിൻ്റെ എല്ലാ ചിത്രീകരണവും നമ്മളാരും പോയി വീഡിയോ എടുത്തതല്ല, അവർ തന്നെ ചിത്രീകരിച്ച് ലോകത്തിന് കൊടുത്ത മഠത്തിലമ്മമാർ തന്നെ. ഞങ്ങളെ ചെയ്തേ എന്നും പറഞ്ഞ്, ബിഷപ്പ് ചെയ്തേ, അച്ഛന്മാർ ചെയ്തേ എന്നും പറഞ്ഞിട്ട് എതിർത്തവരെ എല്ലാം അവർ പ്രാന്താശുപത്രിയിലാക്കി, ഇല്ലെങ്കിൽ കിണറ്റി തള്ളിയിട്ടു. ഒരഭയാ കേസ് തെളിയിക്കാൻ തന്നെ എന്തോരം ഒരു മോൻ വഹിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവൻ കല്യാണം കഴിക്കാൻ പോലും മിസ്സായിപ്പോയി. പാവം എൻ്റെ സ്നേഹിതനാണ്. എനിക്ക് സങ്കടമുണ്ടായി ജീവിതത്തെ ഓർക്കുമ്പോൾ. അതൊക്കെ വലിയ മണ്ടത്തരന്മാരും. കർത്താവിനില്ലാത്ത നാണംകേട് മോനെ നിനക്കെന്തിനായിരുന്നു? ഞാനും ഇപ്പോൾ അകപ്പെട്ട് നിൽക്കുക. കർത്താവിന് നാണവും മാനവും ഉണ്ടെങ്കിൽ പുള്ളി തന്നെ ഇത് നേരിട്ട് കൈകാര്യം ചെയ്യട്ടെ. കാരണം അവൻ്റെ നാമത്തിലല്ലയോ ഇവർ ഈ മണവാട്ടി ഉണ്ടാക്കിയതും പിന്നെ അത് വെപ്പാട്ടിയാക്കിയതും എല്ലാം ആ വെപ്പാട്ടിമാരെ കൊണ്ട് തന്നെ വിളിച്ചു കൂവിച്ച് ലോകത്തിൻ്റെ മുന്നേ വീണ്ടും കർത്താവിനെ നാറ്റിക്കുന്നു. അതല്ലേ കഴിഞ്ഞ ദിവസം ഒരു മണവാട്ടി, കർത്താവിൻ്റെ മണവാട്ടിയാന്ന്, പേർഷ്യയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ വഴിക്ക് വെച്ച് തന്നെ തട്ടിക്കൊണ്ട് വീട്ടിൽ കയറ്റാതെ തന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ആ പെണ്ണുമ്പിള്ള കേസ് കൊടുക്കുന്നതായിട്ടൊക്കെ മറുനാടൻ മലയാളിയിലും എല്ലാം വന്നു. ഞാനിതിനെപ്പറ്റിയൊന്നും ഇനി മിണ്ടുന്നേയില്ല. മഠത്തിലന്മാരെ കർത്താവിനെ ഉതകാതെ പോയി. പക്ഷേ നാട്ടുകാർക്കെങ്കിലും ഇനി ഉതകട്ടെ, കത്തനാർ മാത്രം തിന്ന് സൂഹിക്കാതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇനി ഇതുങ്ങളൊക്കെ എങ്ങോട്ട് പോയാലെന്താ എനിക്കെന്നുള്ള മട്ടില്ല ഇപ്പം ഞാൻ. ഇനിയും പുതിയ കേസും വേണ്ട, പുതിയ ആരോപണങ്ങളും വേണ്ട. നിങ്ങൾ ഇഷ്ടം പോലെ കർത്താവിനെ വിറ്റു. കർത്താവിന് നാണവും മാനവും ഉണ്ടെങ്കിൽ, ഇൻറ്റിഗ്രിറ്റി ഉണ്ടെങ്കിൽ അവൻ്റെ നാമം വെറുതെ എടുത്തതിന് നിങ്ങളെ കുറ്റമില്ലാത്തവരായി വിടുകയില്ല എന്ന് മാത്രമേ ഈ എപ്പിസോഡിൽ കൂടെ ഞാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുള്ളൂ. കർത്താവിന് ഇൻറ്റിഗ്രിറ്റി ഉണ്ട്, ആത്മാഭിമാനമുണ്ട്. എൻ്റെ പേരില്ല ഇതുങ്ങൾ ഈ തോന്നിവാസം കാണിക്കുന്നത്. ഇതുങ്ങളെ ഞാൻ കുറ്റമില്ലാത്തവരായി വിടുകയില്ല. സന്യസ്തരാ ഞങ്ങളെന്ന് പറയുന്നു. സന്യസ്തരെങ്ങനെയാണ് കർത്താവ് മേളിയിരിക്കുമ്പോൾ ഇവിടെ ഗർഭം ധരിക്കുന്നേ? പീറ്റർ ഐനേയത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് കിണറിൽ കൊച്ചുപിള്ളാരുടെ തലയോട്ടിയതാണ് നിറഞ്ഞു കിടക്കുന്നതെന്നാണ്. എങ്ങനെയാ ഇത്?
ഈ അനാഥാലയങ്ങളെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? ഓരോ നിങ്ങളുടെ പ്രൈവറ്റ് ആശുപത്രിയിലും അബോർഷന് വേണ്ടി സ്പെഷ്യൽ വാർഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാവർക്കും എല്ലാം അറിയാം. ആയിരക്കണക്കിന് കന്യാസ്ത്രീയമ്മമാരെ സന്യസ്തകൾ അവർക്ക് അനുഭവപ്പെട്ട പീഡാനുഭവവും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ വന്ന് പുസ്തകങ്ങളാക്കി, ആമീൻ ബാറയ്ക്കുമോർ കുറിയലായിസോനാക്കി കൈരളി ടി വിയിൽ തച്ചനിരുന്ന് എപ്പിസോഡുകൾ ഇറക്കി ബ്രിട്ടാസിനെ കൊണ്ട് അത് ലോകത്തിന് വിളമ്പുകയും ചെയ്തു. എന്നിട്ടും പോരാഞ്ഞ് എറണാകുളം തെരുവീതിയിൽ സത്യാഗ്രഹവും പിക്കറ്റിങ്ങും ഉപവാസവും എല്ലാം കൂടെ തടാരിയെടുത്ത് ഇതുങ്ങളെല്ലാം കൂടെ അതിൻ്റെ യൂണിഫോമിൽ തന്നെ കർത്താവിനെ അപമാനിച്ചു. അന്നേരം ഇതെല്ലാം ആർക്കാണ് നോവേണ്ടത്? കർത്താവിനില്ലയോ? എൻ്റെ ഭാര്യ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സ്ട്രീറ്റിൽ നടക്കുക എന്നതിൽ ആർക്കാ അതിൻ്റെ മണംകേട്? എനിക്കാ അതിൻ്റെ മനക്കേട്. അതിന് കർത്താവിൻ്റെ മണവാട്ടിമാർ ഈ തെരുവീതികളിലിറങ്ങി ഈ ബിഷപ്പന്മാരും കത്തനാരന്മാരും ഞങ്ങളെ പീഡിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ ആർക്കാ ഇതിൻ്റെ മാനക്കേട് ഏക്കേണ്ടത്? ശാമുവേൽ കൂടലിനാണോ? അല്ല, ഞാൻ ചുമ്മാതെ വീറ് കാണിച്ചതാ. കാലമേ എന്നോട് ക്ഷമിക്കണേ. 300 കേസുണ്ടേ ഇപ്പം. അത് സാരമില്ല. കത്തനാരെ ചോദ്യം ചെയ്തതിന് ഒരു കുറ്റവും ചെയ്തില്ലേലും ഇവനെ കൊണ്ടുപോയി കുരിശിക്കാനാണ് പീലാത്തോസ് പറഞ്ഞത്. ഇവനൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, എങ്കിലും നിങ്ങൾ കൊണ്ടുപോയി തിന്നോളാനാണ് പീലാത്തോസ് പറഞ്ഞത്. അതാ ന്യായവിധി. അന്നേരം ന്യായാധിപന്മാരും സർക്കാരും ഒക്കെ എന്തുവാ എനിക്കിട്ട് തരാൻ പോകുന്നതെന്നൊന്നും കണ്ടറിഞ്ഞാലേ ഒക്കത്തുള്ളൂ. കർത്താവിന് അതാ കിട്ടിയെങ്കിൽ എനിക്കും വല്ലതും കിട്ടണ്ടേ? എന്നെ അവരെ ഈ ശരീരം ഇല്ലാതാക്കിയാലും ഞാൻ പറഞ്ഞത് ക്രിസ്തു പറഞ്ഞതുപോലെ വെള്ളതേച്ച ശവക്കല്ലറുകളെ, വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നവരെ, സർപ്പസന്തതികളെ എന്നല്ലാതെ എനിക്കും മറ്റൊന്നും അവരെ വെട്ടി ആരെയാ ക്രിസ്തുവിനെയും യോഹന്നാൻ സ്നാപകനെയും വെട്ടി എനിക്ക് പറയാനുമില്ല. ഐ റിപ്പീറ്റ് ദാറ്റ്. കാരണം സത്യം ഇന്നും അത് തന്നെ. ഈ സത്യം കണ്ടെത്താൻ എന്നെ നേർച്ചപുത്രനാക്കി ശരീരത്തിൽ കയ്യും കാലും ഓടിക്കുന്ന പ്രായം മുതലേ ഇവരുടെ പുറകെ ഓടാൻ നിയോഗിച്ച എൻ്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണം. അമ്മേ, നന്ദി ചൊല്ലുന്നു ഞാൻ. എന്നെ യുവന്മാരുടെ കൂടെ വിട്ട് ക്രിസ്തീയതയില്ലാത്ത ക്രിസ്തീയത പഠിക്കാൻ അവിടെ തപ്പി നോക്കിയപ്പോൾ ക്രിസ്തുവേ ഇല്ല, ക്രിസ്തീയതയുമില്ല. തമ്മിൽ പോർ വിളിക്കുന്ന സഭകളാണ് എല്ലാം. പള്ളികൾ പിടിച്ചെടുക്കുന്ന സഭയാണ്. ഒരു സഭയിലെ ഒരുത്തിനെയും വേറൊരു സഭയിലോട്ട് ചേർക്കത്തുമില്ല, കണി കാണാനും കൊള്ളത്തില്ല. അത്ര നികൃഷ്ടമായിട്ടാണ് കാണുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും. ക്രിസ്തുവിൻ്റെ സ്നേഹം കടുവോളമില്ലാത്ത യുവന്മാരെ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് ഇതിങ്ങളുടെ പരിപാടിക്കും കൂതാശയ്ക്കും കൂതാശ തൊഴിലാളിയാക്കാൻ എന്നെ നേർന്ന് എൻ്റെ അമ്മയുടെ ആത്മാവിനെ ശകലമെങ്കിലും കുറ്റബോധം ഉണ്ടായിക്കോട്ടെ. അമ്മ അടുത്തുണ്ട് എന്നെ സംരക്ഷിക്കാൻ, എനിക്കറിയാം. എന്നാലല്ലേ കോടതി തന്നെ തളർന്നു വീഴുവാന്ന് എന്നെ താങ്ങാൻ ഒരാൾ വേണ്ടേ? എന്നെ ഈ ദുരിതത്തിൽ ഇറക്കി വിട്ടേച്ചേ. അമ്മ അബ്രാമിൻ്റെ മടിയിലിരുന്നാൽ എനിക്കെന്തോ പ്രയോജനം? അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ സ്വർഗത്തിൽ കയറ്റിയൊന്നും ഇരിക്കണം. ബാധോലിക്കാവാ സ്വർഗത്തിൽ കയറ്റി ഇരുത്തിയെങ്കിലും അമ്മ അവിടെ ഒന്നും ഇരിക്കരുത്. ഞാനിവിടെ ദുരിതത്തിൽപ്പെട്ട് കിടക്കുക. എന്നെ നോക്കാൻ ഇവിടെ കൂടെ തന്നെ വേണം, ആത്മബലമായിട്ട്, ആത്മപ്രചോദനമായിട്ട്. എൻ്റെ ഈ സങ്കട ഹർജി എൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. ഹൈക്കോടതി എൻ്റെ കേസുകളെല്ലാം വിസ്തരിക്കാൻ എന്നെ വയസ്സനാണെങ്കിലും വിട്ടുകൊടുത്തേക്കുക. അവർ കുറ്റം കണ്ടുപിടിക്കട്ടെ. ഞാനൊരു കുറ്റവും കാണുന്നില്ല ഇവനിൽ എന്ന് പറഞ്ഞിട്ട് തൂക്കി കൊല്ലാനും വിട്ടുകൊടുത്തോട്ടെ. പീലാത്തോസിൻ്റെ വിധി വിധിച്ചാലും നീതിയുള്ള ന്യായാധിപന്മാരുടെ വിധി വിധിച്ചാലും ഞാൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥന, ഒരുക്കമുള്ളവനുമാണ്. കാരണം ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. വർഗീയ കലാപം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വാമനനെ ഇകഴ്ത്തുന്ന കന്യാസ്ത്രീയെ ഞാൻ അരുത് വേലായുധ പനതരാമെന്ന് പറഞ്ഞത് തന്നെ. കാരണം പാസ്റ്റർമാരും കത്തനാരന്മാരും തുടർച്ചയായിട്ട് എൻ്റെ കുട്ടിക്കാലം മുതലേ ഹിന്ദുമതത്തെ കളിയാക്കുന്നത് ഞാൻ കേട്ടു വളർന്നവനാണ്. 70-ാമത്തെ വയസ്സിൽ ഹിന്ദുമതം സ്വീകരിച്ച് എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലായ എനിക്ക് അവരുടെ കള്ളപ്രചരണം മതി എന്ന് പറയാനാണ് തോന്നിയത്. അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ഞാൻ ഈ ഗതികേടിലകപ്പെട്ടിട്ട് കരുണയോടെ എന്നെ നോക്കാൻ പോലും കഴിയാത്ത എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് നിങ്ങളുടെ മൗനത്തിന് നന്ദി.
കരുണയില്ലാത്ത നിങ്ങളുടെ മൗനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു. എങ്കിലും ഈ യുവാവിൻ്റെ ദുഃഖം കേൾക്കണേ. മുസ്ലിം യുവാക്കൾ ദുഃഖിതരാണ്. ദുഃഖിതരെവിടായാലും ദുഃഖിതരാ. ഞാനും ദുഃഖിതനാ, മുസ്ലിം യുവാവും ദുഃഖിതനാ. രണ്ട് മതത്തെ ഓർത്താം. ഈ രണ്ട് മതങ്ങളും ഇല്ലാത്ത ഒരു വസുദൈവ കുടുംബകം ഇവിടെ എന്തെങ്കിലും ഉണ്ടായെങ്കിലേ ഭൂമിയിൽ സമാധാനമുണ്ടാവൂ. അതിനായിട്ട് സമാധാനത്തിൻ്റെ പുത്രൻ മോദിജി ലോകമെല്ലാം നടന്ന് യുക്രൈനിലും റഷ്യയിലും മാറി മാറിപ്പോയി കാണേണ്ടിയവരെല്ലാം കണ്ട് സമാധാനം നടത്തുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ക്രിസ്തുവിൻ്റെ വാക്ക്, ആ കിരീടം ചൂടാനാണ് എൻ്റെ മോദിജി നെട്ടോട്ടം. ഭാരതത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കേ തന്നെ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ജീവൻ, സമയം, ചിന്തയെല്ലാം ത്യാഗം ചെയ്യുന്ന ആ ഭാരതപുത്രന് ദീർഘായുസ് നേരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം വീണ്ടും മോദി എന്ന് പറയുന്ന അവതാരങ്ങൾ ഇവിടെ ഉണ്ടാവട്ടെ. എന്നെങ്കിലേ വസുദൈവ കുടുംബകം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വലിയ ആശയം വന്നിട്ട് ലോകത്തിന് സമാധാനം ഉണ്ടാവും. അല്ല കേരളത്തിന് സമാധാനം ഉണ്ടാവാനല്ല, മലബാറിൽ സമാധാനം ഉണ്ടാവാനല്ല, കാശ്മീരിൽ സമാധാനം ഉണ്ടാവാനല്ല, വഖഫ് ബോർഡ് വെച്ച് കാശ് സ്വത്തെല്ലാം കൂടെ അവർക്ക് കൊടുത്ത് അവർക്ക് മാത്രം സമാധാനം ഉണ്ടാവാനല്ല, അവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് മാത്രം ശമ്പളം കൊടുത്ത് സർക്കാർ പോറ്റേണ്ട സമാധാനമല്ല. ലോക സമസ്ത എല്ലാവർക്കും ഒരുപോലെ ആവട്ടെ. അതല്ലേ നീതിബോധം, അതല്ലേ വസുദൈവ കുടുംബകം, അതല്ലേ ജനാധിപത്യം. ഇത് സ്വേച്ഛാധിപത്യമല്ലേ? മുസ്ലിം സ്വേച്ഛാധിപത്യം എന്നേ ഇവിടെ നടപ്പിലാക്കി 47 സ്വാതന്ത്ര്യം കിട്ടിയ പോലെ നടപ്പിലാക്കാൻ ശ്രമിച്ച നെഹ്റു കുടുംബത്തിന് അടുത്ത പിന്തുടർച്ചയ്ക്കെല്ലാം എൻ്റെ വാഴ്വുകൾ തുടർന്നും കൊടുക്കാൻ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് രാഷ്ട്രീയക്കാർക്കും അവരോട് കൂടെ നിൽക്കുന്ന എല്ലാ ഇതര കക്ഷികൾക്കും ഞാൻ എൻ്റെ ഭാവുകങ്ങൾ നേരുന്നു. എൻ്റെ ഭാവുകങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആശ നശിച്ചു പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. ഇവിടെ മോദിജി നയിക്കുന്ന BJP, RSS, ഭാരതീയ സങ്കല്പം, വസുദൈവ കുടുംബകം നടപ്പിലാക്കിയാലേ ഒക്കൂ. എങ്കിലേ നോട്ടർഡാമിസ്റ്റ് പറഞ്ഞ പ്രവചനം ശരിയാവൂ. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എങ്കിലേ നാരായണ ഗുരുവിൻ്റെ ഉപദേശം കേട്ട് കണ്ണു തുറന്ന ആ ഒരു വർഗം ആളുകളെങ്കിലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നേരിട്ടറിയത്തുള്ളൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് അവരുടെയെങ്കിലും ഉള്ളിലാവുകയുള്ളൂ. അതുള്ളിലാവാത്ത ഈഴവ സമൂഹത്തിനും എൻ്റെ ഭാവുകങ്ങൾ. കേട്ടതിന് നന്ദി. മുസ്ലിം യുവാവിൻ്റെ ദുഃഖപർവം നിങ്ങളൊന്ന് കേട്ടാട്ട്. അവൻ നാണം കെട്ടു, അവന് ജീവിക്കാൻ ഭീതിയായി. മുസ്ലിം യുവാക്കൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഭീതിയായി. മുസ്ലിം മതം വിട്ട് ഓടുക ആളുകൾ ആയിരക്കണക്കിന്. ഇത് തമാശയല്ല. നേരറിഞ്ഞപ്പോൾ ഇട്ടേ ചൂടുക. തീവ്രവാദികൾ അവരെ ഇപ്പം വകവരുത്തും. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വകവരുത്തുന്നതിന് മുമ്പേ തന്നെ ഇസ്ലാം മതം വിട്ടു ഓടുന്ന ഇസ്ലാമികളെ ഇസ്ലാം തീവ്രവാദികൾ ആദ്യമേ വകവരുത്തിയാലേ ഇപ്പം ഇതിനൊരു പരിഹാരമുള്ളൂ. അതിനു മുമ്പേ ഇവരവരെ വകവരുത്തട്ടെ, ലോകത്തിന് സമാധാനം ഉണ്ടാക്കട്ടെ. എന്തായാലും ചോര വീണയിലേ ഇനി ഇവിടെ നനഞ്ഞെങ്കിലേ ഈ ഭൂമിക്ക് പുണ്യം കിട്ടും. മഹാബലി, ഒരുപാട് പേരുടെ ബലി, ക്രിസ്തുവിൻ്റെ ഒരു ബലി കൊണ്ട് പാപപരിഹാരമുണ്ടായി. അവൻ്റെ രക്തം കൊണ്ട് ഭൂമിയിലെ എല്ലാ എംബൂക്കിയുടെയും പാപം തീർത്തു എന്ന ക്രിസ്തീയ തിയോളജി അല്ല ശരി. തീവ്രവാദികളുടെ ചോര കൊണ്ട് ഇവിടെ നനഞ്ഞെങ്കിലേ ഇവിടെ മതങ്ങൾ വരുത്തിയ പാപം മനുഷ്യ മനസ്സിൽ
കൊടുത്തേക്കുന്ന പാപത്തിൻ്റെ കുറിമാനങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇല്ലാതാകത്തുള്ളൂ. എങ്കിലേ തത്വമസി, അത് നീ തന്നെയാകുന്നു, നീ തന്നെ ആ ദൈവം, നിന്നിലെ കോൺഷ്യസ്നെസ്സാണ് ദൈവം, അതിനപ്പുറം ഒരു ദൈവം ഇല്ല മക്കളെ എന്നുള്ള വലിയ ആശയത്തിൽ എന്നെപ്പോലെ എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നുമക്കളും ആയിത്തീരാൻ ഇടവരികയുള്ളൂ എന്നും എനിക്കറിയാം. ആ അറിവിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ മക്കൾ 3 പേരുണ്ടെങ്കിലും 3 പേരും എൻ്റെ ആശയം കാരണം എന്നെ വെറുത്തെങ്കിലും മൂത്തവൻ മാത്രം, ഡോക്ടർ ജോർജ് സാം മാത്രം ഹിന്ദുയിസം സ്വീകരിച്ചു, എൻ്റെ കൂടെ. ഞാനും ആലീസും ഡോക്ടർ ജോർജ് സാമും 3 പേര് ഹിന്ദുക്കൾ ഈ വീട്ടിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം ജന്തുക്കളൊന്നുമല്ല. അവർക്ക് ആത്മാവിൽ വെളിച്ചം വരട്ടെ. തമസോമാ ജ്യോതിർഗമയ, പ്രജ്ഞാനം ബ്രഹ്മം. കേട്ടതിന് നന്ദി.